പരമ്പരാഗത വ്യവസായം. സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ കൂടുതലുള്ള കശുവണ്ടി, കയർ, കൈത്തറി അടക്കമുള്ള പരമ്പരാഗത വ്യവസായങ്ങൾക്ക് സർക്കാർ സഹായം അത്യാവശ്യമാണ്. ഇതിനായി ഇൻകം സപ്പോർട്ട് സ്കീം നൽകും. കശുവണ്ടി വ്യവസായത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സമഗ്ര പാക്കേജിന് രൂപം നൽകും. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾക്ക് ബാങ്കുകളുമായി ചേർന്ന് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്കായി നടപടികൾ സ്വീകരിക്കും. കൈത്തറി, കരകൗശല വ്യവസായങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിൽ വിൽക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും നൂതന യന്ത്ര സാമഗ്രികൾ ലഭ്യമാക്കാനും തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും പ്രത്യേക പ്രോത്സാഹനം നൽകും. സംസ്ഥാനത്തെ പ്രതിസന്ധി നേരിടുന്ന മൺപാത്ര തൊഴിലാളികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നടപ്പിലാക്കും. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി ഉറപ്പുവരുത്താൻ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ പ്രോത്സാഹനം നൽകും. കയർ മേഖലയ്ക്ക് 107.64 കോടി രൂപയും കശുവണ്ടി മേഖലയ്ക്കായി 56 കോടി രൂപയും വകയിരുത്തുന്നു. വിപണി സഹായമായി 50% കയർ ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനത്തിൻ്റെ തുല്യവിഹിതം 10 കോടി വിലയിരുത്തുന്നു. കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം, വിപണനം, കയറ്റുമതി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന സഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി 11 കോടി വകയിരുത്തുന്നു. വില സ്ഥിരതാ ഫണ്ടായി 35 കോടി വകയിരുത്തുന്നു. സർ, ഇൻക്യുബേഷൻ സെൻറ്റർ പുതുതലമുറ സംരംഭകർക്ക് അവരുടെ നൂതന ആശയങ്ങളെ പ്രായോഗിക ബിസിനസ് നിർദ്ദേശങ്ങളാക്കി മാറ്റുന്നതിന് സഹായകമാകുന്ന ഇടമാണ് ഇൻക്യുബേഷൻ സെൻറ്റർ. വളർന്നു വരുന്ന സംരംഭകർക്ക് ഏറ്റവും നഷ്ടസാധ്യത കുറഞ്ഞ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാഹചര്യമൊരുക്കിയാണ് ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ പ്രാഥമിക ഉദ്ദേശം. സ്റ്റാർട്ടപ്പുകൾക്കും വ്യക്തിഗത സംരംഭകർക്കും ബിസിനസ് സംരംഭങ്ങൾ വികസിപ്പിക്കുന്നതിന് ആയി മാനേജ്മെൻറ്റ് പരിശീലനം, ഓഫീസ് സൗകര്യം, പ്രാഥമിക മൂലധന സഹായം എന്നിവ ലഭ്യമാക്കും. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. ഗതാഗതത്തിന് തുറമുഖങ്ങൾ, ലൈറ്റ് ഹൗസസ് ആൻഡ് ഷിപ്പിംഗ് എന്നിവയുടെ വികസനത്തിന് 77.17 കോടി രൂപയും റോഡുകൾ, പാലങ്ങൾ എന്നിവയ്ക്ക് 985.77 കോടി രൂപയും റോഡ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് 179.47 കോടി രൂപയും ഉൾനാടൻ ജലാഗതം മെച്ചപ്പെടുത്തുന്നതിന് 113.59 കോടി രൂപയും മറ്റ് ഗതാഗത സേവനങ്ങൾക്ക് 222.83 കോടി രൂപയും ഉൾപ്പെടെ ഗതാഗത മേഖലയ്ക്ക് ആകെ 1578.83 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ ജലഗതാഗതം മെച്ചപ്പെടുത്തും. അതിനായി വെള്ളത്തിന് മുകളിൽ ഉയർന്ന് സഞ്ചരിക്കുന്ന ഹൈഡ്രോഫോയിൽ ജലഗതാഗത സംവിധാനം സംസ്ഥാനത്ത് നടപ്പിലാക്കും.